ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ യുകെ സന്ദർശനം തുടരുന്നു. യുകെ പ്രതിരോധ മന്ത്രി ഗ്രാന്റ് ഷാപ്സുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾക്ക് പ്രചാരം നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് രാജ്യത്തുടനീളം മികച്ച പ്രതികരണം. കേരളത്തിലും പര്യടനം തുടരുന്നു. പ്രമുഖ സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. മൂടൽമഞ്ഞിനും ശീതതരംഗത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകോടിയുടെ 10ാം പതിപ്പാണ് ഇത്. ഉദ്ഘാടനത്തിന് ശേഷം പ്രമുഖ ആഗോള കോർപ്പറേഷനുകളുടെ മേധാവിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് നടക്കുന്ന ആഗോള ഫിൻടെക് നേതാക്കളുടെ കൂട്ടായ്മയിൽ വ്യവസായ പ്രമുഖരുമായി അദ്ദേഹം സംവദിക്കും. വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയുടെ ഭാഗമായി ലോക നേതാക്കളുമായും സ്ഥാപന മേധാവികളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇന്നലെ വൈകിട്ട് നടന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം UAE പ്രസിഡന്റ് ഷെയ്ഖ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പങ്കെടുത്തു. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ വ്യാപാരമേളയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് യുകെ പ്രതിരോധ മന്ത്രി ഗ്രാന്റ് ഷാപ്സുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം, സുരക്ഷ, പ്രതിരോധ വ്യവസായ സഹകരണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. യുകെയും ഇന്ത്യയും സ്വാഭാവിക പങ്കാളികളാണെന്ന് യുകെ പ്രതിരോധ മന്ത്രി അഭിപ്രായപ്പെട്ടു. ഉഭയകക്ഷി യോഗത്തിന് ശേഷം ഇന്ത്യയും യുകെയും തമ്മിൽ 2 കരാറുകളിലും പ്രതിരോധ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ രാജ്നാഥ് സിംഗ് യുകെയിൽ എത്തിയത്. ലണ്ടനിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പൂക്കൾ അർപ്പിച്ചു. ശ്രീ രാജ്നാഥ് സിംഗ് യുകെ പ്രധാനമന്ത്രി ഋഷി സുനകുമായും യുകെ സ്റ്റേറ്റ് സെക്രട്ടറി ഡേവിഡ് കാമറൂണുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യവസായ പ്രമുഖരുമായും ലണ്ടനിലെ ഇന്ത്യൻ സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി ആശയവിനിമയം നടത്തും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾക്ക് പ്രചാരം നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് രാജ്യത്തുടനീളം മികച്ച പ്രതികരണം. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന വാഹനങ്ങൾ രാജ്യത്തിന്റെ ഓരോ കോണിലും എത്തുകയാണ്. കേരളത്തിലും ഗ്രാമനഗര ഭേദമന്യേ വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. വിശദാംശങ്ങളിലേക്ക്. PM ഉജ്ജ്വൽ യോജന, മുദ്രാ യോജന തുടങ്ങി വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ചും കൂടുതൽ പേരെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയുമാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നത്. എറണാകുളം ജില്ലയിൽ ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിലും ഉച്ചകഴിഞ്ഞ് പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലും പര്യടനം നടക്കും. തൃശൂർ ജില്ലയിൽ നഗരമേഖലകളിലൂടെയുള്ള പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. രാവിലെ ഒളരിക്കര SN ഓഡിറ്റോറിയം പരിസരം, പിന്നീട് അയ്യന്തോൾ ഗ്രൌണ്ട്, സിവിൽ സ്റ്റേഷൻ, ടാക്സി സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പരിപാടികൾ നടക്കും. തൃശൂരിൽ ഗ്രാമീണ മേഖലകളിലൂടെയുള്ള യാത്ര ഇന്ന് വേലൂക്കര, എടത്തുരുത്തി പഞ്ചായത്തുകളിൽ നടക്കും. കോഴിക്കോട് ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ പര്യടനം ഇന്ന് സമാപിക്കും. വേളം ഗ്രാമപഞ്ചായത്തിൽ ഉച്ചതിരിഞ്ഞ് സമാപന സമ്മേളനം നടക്കും. രാവിലെ മരുതോങ്കര പഞ്ചായത്തിലും പൊതുസമ്മേളനമുണ്ട്. അതേസമയം നഗരപ്രദേശങ്ങളിൽ യാത്ര തുടരും. കോഴിക്കോട് കോർപ്പറേഷനിലെ വെസ്റ്റ് ഹില്ലിലും നടക്കാവിലുമാണ് ഇന്നത്തെ പര്യടനം. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്, ശ്രീകണ്ഠേശ്വരം എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് എത്തും. കൊല്ലം ജില്ലയിൽ യാത്രയുടെ ഗ്രാമീണ പര്യടനം പൂർത്തിയായി. മറ്റു ജില്ലകളിലും യാത്രയുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ, വായ്പാ വിതരണം തുടങ്ങിയവ സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്നലെ അന്തരിച്ച സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാന് സംഗീതാസ്വാദകരുടെ അന്ത്യാഞ്ജലി. 55 വയസ്സുകാരനായ ഖാൻ ഇന്നലെ കൊൽക്കത്തയിലെ ആശുപത്രിയിലാണ് മരിച്ചത്. ക്യാൻസർ ബാധിതനായിരുന്നു. റാഷിദ് ഖാന്റെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ശാസ്ത്രീയ സംഗീത മേഖലയിൽ സമ്പന്നമായ പാരമ്പര്യം സൂക്ഷിച്ച വ്യക്തിയാണ് റാഷിദ് ഖാനെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആകസ്മിക വിയോഗത്തിൽ അഗാധമായ വേദനയുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. റാഷിദ് ഖാന്റെ കഴിവും അർപ്പണബോധവും സാംസ്കാരിക ലോകത്തെ സമ്പന്നമാക്കുകയും തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഗീത ലോകത്തെ പ്രമുഖർ റാഷിദ് ഖാന് ആദരാഞ്ജലി അർപ്പിച്ചു.
റെയിൽവേ നടത്തിയ മത്സര പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ 12ഓളം സ്ഥലങ്ങളിൽ സിബിഐ പരിശോധന നടത്തി. ഗുജറാത്തിലെ സൂറത്ത്, അമ്രേലി, നവസാരി, മഹാരാഷ്ട്രയിലെ മുംബൈ, ബീഹാറിലെ ബക്സർ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ചില ഉദ്യോഗാർത്ഥികൾക്ക് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ വഴി ചോദ്യപേപ്പർ നൽകിയതായും ചോദ്യപേപ്പറുകൾ മുൻപേ നൽകിയതായും പരാതിയുണ്ട്. ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പരസ്യങ്ങൾ നൽകിയതിന് രാജ്യത്തെ 31 കോച്ചിംഗ് സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നോട്ടീസ് അയച്ചു. ഇവയിൽ 9 കോച്ചിംഗ് സ്ഥാപനങ്ങൾക്ക് പിഴയും ചുമത്തി. ഉദ്യോഗാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന കോഴ്സിന്റെ ദൈർഘ്യം, ഉദ്യോഗാർത്ഥികൾ അടയ്ക്കുന്ന ഫീസ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെച്ച് ചില സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി അതോറിറ്റി നിരീക്ഷിച്ചു. കോച്ചിംഗ് മേഖലയിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ സംബന്ധിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച സമിതിയുടെ ആദ്യ യോഗം ഇന്നലെ ചേർന്നു. കോച്ചിംഗ് സ്ഥാപനങ്ങൾ വിജയനിരക്കിനെക്കുറിച്ചോ തെരഞ്ഞെടുക്കലുകളുടെ എണ്ണത്തെക്കുറിച്ചോ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കരുതെന്ന് മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ന് ലോക ഹിന്ദി ദിനം. 1975-ൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന ആദ്യ ലോക ഹിന്ദി സമ്മേളനത്തിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജനുവരി 10-ന് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ആഗോളതലത്തിൽ ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോകത്ത് ഏറ്റവുമധികം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകളിൽ 4ാം സ്ഥാനത്താണ് ഹിന്ദി. ഇന്ത്യയിൽ 2003 മുതലാണ് ഹിന്ദി ദിനം ആചരിച്ചു തുടങ്ങിയത്. ലോകമെമ്പാടും ഈ ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം 2006-ൽ മറ്റ് രാജ്യങ്ങളിലും ലോക ഹിന്ദി ദിനം ആചരിക്കാൻ തുടങ്ങി. 2023-ലെ ദേശീയ കായിക പുരസ്കാര ജേതാക്കളെ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അഭിനന്ദിച്ചു. ഇന്ത്യൻ കായിക രംഗത്ത് ഇവർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2023 ഇന്ത്യൻ കായിക മേഖലയ്ക്ക് ചരിത്ര നേട്ടങ്ങളുടെ വർഷമാണ്. രാജ്യത്തിന് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശേഷിയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ രാത്രി നവി മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ 7 വിക്കറ്റിനാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ഓസ്ട്രേലിയ 2-1 സ്വന്തമാക്കി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ കുറഞ്ഞ താപനില 7 ഡിഗ്രി സെൽഷ്യസ് മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, വടക്കൻ മധ്യപ്രദേശ്, ഒഡീഷ, ബീഹാർ, സിക്കിം, ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞിനും ശീതതരംഗത്തിനും സാധ്യതയുണ്ട്. അമേരിക്കയിൽ അതിശൈത്യത്തെ തുടർന്നുള്ള ശീതക്കൊടുങ്കാറ്റിൽ 12 സംസ്ഥാനങ്ങളിൽ വൈദ്യുതി മുടങ്ങി. ഫ്ളോറിഡ, ജോർജിയ, നോർത്ത് കരോലിന സംസ്ഥാനങ്ങളെയാണ് അതിശൈത്യം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കിഴക്കൻ മേഖലയിൽ വീശിയടിച്ച ശീതക്കാറ്റ് നിലവിൽ യുഎസിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അഡാലിനെ പ്രഖ്യാപിച്ചു. നിലവിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് 34-കാരനായ ഗബ്രിയേൽ അഡാൽ. ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ. കാലാവധി അവസാനിക്കാൻ 2 വർഷം ബാക്കി നിൽക്കെ നിലവിലെ പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ രാജിവെച്ചതിന് പിന്നാലെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഗബ്രിയേൽ അഡാലിനെ പുതിയ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഭൂട്ടാനിലെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയെയും ഷ്രിംഗ് തോബിഗെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സൌഹൃദവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിൽ ശിവസേനയിലെ പിളർപ്പിനെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ട എംഎൽഎമാർ സമർപ്പിച്ച അപേക്ഷകളിൽ നിയമസഭാ സ്പീക്കറുടെ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് സൂചന. 34 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുംബൈയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കർ പറഞ്ഞു. ഏക്നാഥ് ഷിൻഡെ സർക്കാർ നിലനിൽക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി ഷിൻഡെയും നിയമസഭാ സ്പീക്കർ നർവേക്കറും തമ്മിൽ അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കൊങ്കൺ തീരത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ പത്മദുർഗിൽ സന്ദർശനം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ യുകെ സന്ദർശനം തുടരുന്നു. യുകെ പ്രതിരോധ മന്ത്രി ഗ്രാന്റ് ഷാപ്സുമായി രാജ്യരക്ഷാമന്ത്രി കൂടിക്കാഴ്ച നടത്തി.
കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾക്ക് പ്രചാരം നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് രാജ്യത്തുടനീളം മികച്ച പ്രതികരണം. കേരളത്തിലും പര്യടനം തുടരുന്നു. പ്രമുഖ സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. മൂടൽമഞ്ഞിനും ശീതതരംഗത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.